ഓട്ടോമാറ്റിക് കളക്ഷൻസ് വേണമെങ്കിൽ ഇവിടെ പ്രത്യേകം നമുക്ക് നോട്ട് ചെയ്യല്ലേ? എങ്ങനെയായാലും നമ്മളതിൽ ഒരു 3-4 വണ്ടി എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും. ഇതിന്റെ ബലോനോ ഡീസൽ ആണ് വരുന്നത്. ഏകദേശം എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? ഇത് 50,000 കിലോമീറ്റർ. ഏതാ മോഡൽ വരുന്നത്? 2017 മാനുഫാക്ചറിംഗ്, 18 ഡെലിവറി. 2019 മാനുഫാക്ചർ. ഡിസംബർ മാസമാണ് വണ്ടി ഇറങ്ങിയത്. ഓക്കെ, ഡിസംബർ മാസം. സിംഗിൾ ഓണർ, 42,000 കിലോമീറ്റർ. 42,000 സ്പോർട്സ് വേരിയന്റ്, സ്പോർട്സ് ഓപ്ഷൻ ആണ്. അലോയ് വീലും ടച്ച് സ്ക്രീൻ ഒക്കെ വരും. ആക്സിഡന്റ് റീപ്ലേസ് ഇല്ല. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. സിംഗിൾ ഓണർ ആണ്. 29,000 കിലോമീറ്റർ. സിംഗിൾ ഓണർ 29,000 കിലോമീറ്റർ. ഇതിൽ പിന്നെ CNG കിറ്റ് സെപ്പറേറ്റ് കയറ്റിയിട്ടുണ്ട്. CNG കിറ്റ് ഉണ്ട്. അപ്പൊ CNG കിറ്റ് ഉണ്ടെങ്കിൽ മൈലേജ് കൂടല്ലോ? മൈലേജ് കൂടും. ഹലോ ഫ്രണ്ട്സ്, മുഖ്താറാണ്. ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് മാങ്കാവിൽ കാർ ട്രാക്കിലാണുള്ളത്. നമ്മളൊപ്പം മുഫീദ് ഭായി ഉണ്ട്. ഹായ് മുഫീദ് ഭായി. ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ടല്ലോ ഇവിടെ. വണ്ടി ഉണ്ട്, എല്ലാ മോഡലും കൂടി എല്ലാ വണ്ടിയും എല്ലാ മോഡലും ഉണ്ട്. നമുക്ക് ഇവിടെ സ്റ്റാർട്ടിങ് ഏത് ഇയർ മുതലാണ് തുടങ്ങുന്നത്? 2014 ശേഷമുള്ള വണ്ടികളാണ് നമ്മൾ അധികം ചെയ്യുന്നത്. അതായത് കിലോമീറ്റർ കുറഞ്ഞ അത്യാവശ്യം മോഡലിംഗ് ഉള്ള വണ്ടിയായിരിക്കും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ കളക്ഷൻസ് ഏത് മോഡലായിരിക്കും ഇവിടെ ഉണ്ട്? ഉണ്ടായിട്ട് i20 ആയിരിക്കും. ഉണ്ടായിട്ട് i20. ഇവിടെ ഒരുപാട് നിരന്ന് കിടക്കുന്നുണ്ട്. ഉണ്ടായിട്ട് i20 അല്ലേ? ഡീസൽ, പെട്രോൾ, ഓട്ടോമാറ്റിക് എല്ലാ വേരിയന്റ് വരുന്നുണ്ടല്ലേ? ഓട്ടോമാറ്റിക് ഒരുപാട് ആൾക്കാർ ചൂസ് ചെയ്യുന്നുണ്ടല്ലേ? അതെന്താണ് മെയിനായിട്ട്? ലേഡീസ് എന്നാണോ? ലേഡീസ് അല്ല, ഡ്രൈവിംഗ്. പണ്ട് ആൾക്കാരുടെ മൈലേജ് കുറവാന്നൊക്കെ പറയലുണ്ട്. ഇപ്പൊ ആൾക്കാർ റിയാലിറ്റി മനസ്സിലായി. കാരണം അത്ര അല്ലാണ്ട് മൈലേജിൽ ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ എല്ലാവർക്കും ഓടിക്കാൻ അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല മാനുവലിൽ അത്ര. പിന്നെ ലേഡി ഡ്രൈവേഴ്സ്, പിന്നെ പ്രായ ആൾക്കാർക്ക് കുറച്ചും കൂടി ബെറ്റർ. ഇപ്പൊ ഏകദേശം ഇവിടെ എത്ര ഓട്ടോമാറ്റിക് കാറുകൾ ഉണ്ട് ഇവിടെ? ഇപ്പൊ നമ്മളെ കയ്യിൽ ഇപ്പൊ 2 വണ്ടിയാണുള്ളത്. ഇപ്പൊ ഒരു 4 വണ്ടി വരാനുണ്ട്. ഇപ്പൊ ഉള്ളത് i20 സെലറിയോ ഉണ്ട്. i20 സെലറിയോ കൂടാണ്ട് എക്സ്പ്രസോ, വാഗനർ, പിന്നെ എന്താ പറയാ, ഒരു 2 കിഡും വരാനുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക് കളക്ഷൻസ് വേണമെങ്കിൽ ഇവിടെ പ്രത്യേകം നമുക്ക് നോട്ട് ചെയ്യല്ലേ? എങ്ങനെയായാലും നമ്മളതിൽ ഒരു 3-4 വണ്ടി എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ ആവശ്യക്കാർക്ക് അനുസരിച്ചുള്ള വണ്ടി എത്തിച്ചു കൊടുക്കും അല്ലേ? ഓക്കെ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഫ്രണ്ട് കൊല്ലത്തുനിന്ന് ഇവിടുന്ന് ഒരു വാഗനർ എടുത്തോണ്ടോ? വാഗനർ എടുത്തിട്ട് ഇതുവരെ ഓട്ടോമാറ്റിക് എടുത്തത് ഒരു കംപ്ലൈന്റും ഇല്ല. ആ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇവിടെ അടിയിൽ കമന്റ് ചെയ്തോളൂ കേട്ടോ. അല്ലേ നിശായ? അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഇപ്പം ഉണ്ടായതിന്റെ സാൻഡ്രോ ആണ് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത്. ഇത് ഏതാ മോഡൽ വരുന്നത്? ഇത് 2020 മോഡൽ. 2020 മോഡൽ. മാനുഫാക്ചറിംഗ് 20 ആണ്. 21 റോഡിൽ ഇറങ്ങി. രജിസ്ട്രേഷൻ 21. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 43,000 കിലോമീറ്റർ. ഏകദേശം എങ്ങനെയാണ് ചോദിക്കുന്ന പ്രൈസ്? എങ്ങനെയാണ് ഇത്? 490. റീപ്ലേസ് കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒരു ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. പക്കാ ഗ്യാരണ്ടി ആണ്. പിന്നെ ഫ്ലഡിന് ഗ്യാരണ്ടി എടുക്കാൻ 2020 ശേഷം ഫ്ലഡും ഇല്ല. ഇത് പ്രൈസ് നെഗോഷ്യബിൾ ആണോ? പ്രൈസ് ഒക്കെ മാക്സിമം നെഗോഷ്യബിൾ ആണ്. നമുക്കിത് ഏകദേശം എത്ര ലോൺ കിട്ടും? ഇത് ഒരു 50 to 70 ഇടയിൽ ഇനിഷ്യൽ പേയ്മെന്റ് ചെയ്താൽ വണ്ടി ഇറക്കാം. ഇത് ലോൺ എന്ന് പറഞ്ഞാൽ ബാങ്ക് ആയിരിക്കും അല്ലേ? ഏത് ബാങ്ക്? 2014 മുകളിലുള്ള ഫുള്ള് ബാങ്ക് ഫൈനാൻസ്. അതായത് ഇതിന് ഫൈനാൻസ് ചെയ്യാൻ ബാങ്കിന്റെ തന്നെ ഫൈനാൻസിയേഴ്സ് ഉണ്ടാവില്ല. അവരെ ചെയ്യാം. ഏത് ബാങ്കാ വരുന്നത്? ഏതും ചെയ്യാം. കുഴപ്പമില്ല. നമുക്ക് അങ്ങനെ പ്രിഫറൻസ് ഒന്നും ഇല്ല. നിങ്ങൾക്ക് ഏത് ബാങ്കിൽ വേണോ നമ്മൾ ചെയ്തുതരാം. ഓക്കെ. അതുപോലെ തന്നെ അടുത്ത മോഡൽ വരുന്നത് ഉണ്ടായിട്ട് i20 അല്ലേ? ഇത് പെട്രോൾ വേരിയന്റ് ആണ്. ഓക്കെ. സ്പോർട്സ് ഓപ്ഷൻ. ഇത് ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് അല്ലേ വരുന്നത്? CVT ഗിയർ ബോക്സ് വരാം. ഓക്കെ. പിന്നെ സിംഗിൾ ഓണർ ആണ്. 2019 മോഡൽ. 49,000 കിലോമീറ്റർ. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. പക്ക ഗ്യാരണ്ടി. ഇതിന്റെ ഇന്റീരിയർ വർക്ക് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല പക്ക ഡീസന്റ് ആയിട്ട് വണ്ടി. പിന്നെ ഇതിന്റെ ടയറൊക്കെ കാര്യങ്ങളൊക്കെ 4 പുതിയതാണ്. നിങ്ങൾ മാറ്റിയതാണ്. അതായത് 40-45 ടയർ മാറ്റണം. 49 നമ്മളെ കൈ കിട്ടി. 4 പുതിയ ടയർ ഇട്ട് സ്റ്റെപ്പിന് യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് ചോദിക്കുന്ന പ്രൈസ്? 7,65,000. നെഗോഷ്യബിൾ ആണോ? പ്രൈസ് ഒക്കെ മാക്സിമം ചെയ്ത് കൊടുക്കും. ഇത് നമുക്ക് ഏകദേശം എത്ര ലോൺ കിട്ടും? ഇതൊക്കെ ഞാൻ പറയില്ല, ഒരു 50 to 70 ഇനീഷ്യൽ പേയ്മെന്റ് കണ്ടാൽ എല്ലാ വണ്ടി ഫൈനാൻസ് ട്രാക്ക് പോലെ ഇരിക്കും. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല അല്ലേ? ഇനിയിപ്പോൾ അതേപോലെ തന്നെ നമുക്ക് അടുത്ത വണ്ടി തന്നാൽ ജാസ് ആണ്. ഇത് ഏതാ മോഡൽ വരുന്നത്? 2015 ഡീസലാണ്. 1.5 ഡീസൽ എഞ്ചിൻ വരും. ആക്സിഡന്റ് റീപ്ലേസ് ഇല്ല. 66,000 കിലോമീറ്റർ. ഇതിന്റെ ഇന്റീരിയർ വർക്ക് കാര്യങ്ങളൊക്കെ ഇതിൽ 4 ഡോർ പവർ വിൻഡോ, AC, പവർ സ്റ്റിയറിംഗ്, 2 എയർ ബാഗ്, കമ്പനി സിസ്റ്റം, ടച്ച് സ്ക്രീൻ ഒക്കെ വരുന്നുണ്ട്. പിന്നെ സ്റ്റിയറിംഗ് കൺട്രോൾ, അലോയ് വീൽ എല്ലാം വരുന്നുണ്ട്. 15 ഇതാണ് ഫുൾ ഓപ്ഷൻ. പിന്നെ 16 VX വരുന്നുണ്ടല്ലേ? ഓക്കെ. ഇതെങ്ങനെയാണ് ചോദിക്കുന്നത്? കറക്റ്റ് അല്ലേ? ഇതെങ്ങനെയാണ് ചോദിക്കുന്ന പ്രൈസ്? ഇത് 6,45 ഡീസലാണ്. എന്തായാലും നെഗോഷ്യബിൾ ആയിരിക്കും. ഡീസൽ വേരിയന്റ് ആണ് വരുന്നത്. 50% ലോണും കിട്ടും അല്ലേ? അപ്പം എന്തായാലും നമുക്ക് വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. പക്ക
ഗ്യാരണ്ടി അല്ലേ? നിങ്ങളിപ്പോൾ വണ്ടി ഇപ്പോൾ ഒരു ആൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഫുള്ള് ചെക്കിങ് കഴിഞ്ഞ് നമ്മളൊരു ഇതെല്ലാം ചെക്ക് ചെയ്യും. കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ മെക്കാനിക്കലി ഫുള്ള് ചെക്ക് ചെയ്യും. ഈ പിന്നെ ഫ്ലഡ് മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കൂടിപ്പോയ ബമ്പർ മാറാം, അങ്ങനെയുള്ള ചെറിയ ചെറിയ ക്ലൈമുകളൊക്കെ ഉണ്ടാവും. അത് സ്വാഭാവികമായിട്ട് എല്ലാവരും വണ്ടിയിലും ഉണ്ടാവും. പിന്നെ സ്ക്രാച്ച് കാര്യമൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ ടച്ചപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും വണ്ടി. വേറെ മേജർ ആയിട്ടുള്ള ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. ഇഷ്യൂ ഉള്ള വണ്ടികൾ എടുക്കില്ല, നമ്മൾ എടുക്കില്ല. അത്യാവശ്യം ഗ്യാരണ്ടി ആയിട്ട് തന്നെ ഇവിടുന്ന് വണ്ടി കാര്യങ്ങൾ എടുക്കാം. ഗ്യാരണ്ടി എന്തായാലും കൊടുക്കല്ലേ? കാരണം അത്യാവശ്യം ഗ്യാരണ്ടി ആയിട്ട് തന്നെ ഇവിടുന്ന് നിങ്ങൾക്ക് വണ്ടി ധൈര്യത്തിൽ എടുക്കുക. കാരണം ഇവർ ഫുള്ള് കമ്പനി ഹിസ്റ്ററി കാര്യങ്ങൾ ഫുള്ള് ചെക്ക് ചെയ്തിട്ടാണ് വണ്ടി ഓരോന്നും എടുക്കുന്നതല്ലേ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് മോഡലിനെ നോക്കാം. മാരുതിൻ്റെ മാരുതിൻ്റെ ബലോണോ ഡീസലാണ് വരുന്നത്. ഏകദേശം എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? ഇത് 50,000 കിലോമീറ്റർ. ഏതാ മോഡൽ വരുന്നത്? 2017 മാനുഫാക്ചറിങ്, 18 ഡെലിവറിങ് വരുന്നത്. എത്രാമത്തെ ഓണർ അത് വരുന്നത്? സിംഗിൾ ഓണർ. സെക്കൻഡ് ഓണർഷിപ്പ് അല്ല വരുന്നത്. ഇത് എന്താ റീപ്ലേസ് ഒന്നുമില്ല. 50,000 കിലോമീറ്റർ ഡെൽറ്റ വേരിയന്റ് ആണ്. ഓക്കെ. സ്വിഫ്റ്റിൽ VXI എന്ന് പറയുന്ന പോലെ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. അതിന് ചോദിക്കുന്നത് 6.5 ഡീസൽ വേരിയന്റ്. 6.5 ചോദിക്കുന്നത്. നെഗോഷ്യബിൾ ആണ്. നിങ്ങൾ വന്ന് ഇവിടുന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ എന്തായാലും കുറയും അല്ല, മാക്സിമം കുറയ്ക്കുക അല്ലേ? പിന്നെ ഏതാ ഓട്ടോമാറ്റിക് വരുന്നത്? ഇനി ഓട്ടോമാറ്റിക് സെലറിയോ അല്ലേ? ഓട്ടോമാറ്റിക് സെലറി. നമുക്ക് നെക്സ്റ്റ് i20 പോവാം. ലാസ്റ്റ് ഓട്ടോമാറ്റിക് ഇനി കാണിക്കാൻ പറ്റും. ഇത് ഹുണ്ടായിന്റെ i20 ആണ് വരുന്നത്. ഇത് ഏതാ മോഡൽ വരുന്നത്? ഇത് 2019 ലാസ്റ്റ്. 2019 ലാസ്റ്റ്, അതായത് 2020 തന്നെ. 2019 മാനുഫാക്ചർ ഡിസംബർ മാസമാണ് വണ്ടി ഇറങ്ങിയത്. ഓക്കെ, ഡിസംബർ മാസം. സിംഗിൾ ഓണർ, 42,000 കിലോമീറ്റർ. 42,000 സ്പോർട്സ് വേരിയന്റ്, സ്പോർട്സ് ഓപ്ഷൻ ആണ്. അലോയ് വീലും ടച്ച് സ്ക്രീൻ ഒക്കെ വരും. ഓക്കെ. ആക്സിഡന്റ് റീപ്ലേസ് ഇല്ല, സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഓക്കെ. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ടയർ കാര്യങ്ങളൊക്കെ പുതിയ ടയർ. സ്റ്റെപ്പിന് കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടുണ്ടാവില്ല അല്ലേ? 695 ലാസ്റ്റ് ആണോ? പ്രൈസ് ഒക്കെ കുറച്ച് കൊടുക്കാം. ഫൈനൽ പ്രൈസ് ഒന്നും അല്ല. ഫൈനൽ പ്രൈസ് അല്ല, പ്രൈസ് എന്തായാലും കുറച്ചെടുക്കും. പിന്നെ ലോണ് കാര്യങ്ങൾ ഏകദേശം 50% കിട്ടാം. 50 അല്ല, 50 to 1 lakhന്റെ ഉള്ളിൽ പൈസ അടക്കുകയാണെങ്കിൽ നമുക്ക് വണ്ടി. ഓക്കെ. ഏകദേശം ഒരു 1 lakh അടിച്ചു കഴിഞ്ഞാൽ ഉണ്ടായിന്റെ 1 lakhന്റെ താഴെ മതി അല്ലേ? ഒരു 80,000 ഒക്കെ മതിയാവും. 50ന്റെ 1,50,000 ഇടയിൽ. അത് ഓരോരോ ഫൈനാൻഷ്യൽ ട്രാക്ക് അനുസരിച്ചിട്ടായിരിക്കും, സിബിൽ സ്കോർ ബേസ് ചെയ്തിട്ട്. ഓക്കെ. നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് അർബൻ ക്രൂയിസ് ആണ്. ഇത് ഏകദേശം ഏതാ മോഡൽ വരുന്നത്? ഇത് 2020-21 2020-21 ലാസ്റ്റ് മാനുഫാക്ചർ ചെയ്ത് 21 വണ്ടി റോഡിൽ ഇറങ്ങിയത്. ഓക്കെ. വണ്ടി യൂസേജ് ഏജ് ഒക്കെ 21 ഒരു വർഷം പഴക്കമുള്ള വണ്ടി കഷ്ടിച്ചു. ഓക്കെ. സിംഗിൾ ഓണർ ആണ്. 29,000 കിലോമീറ്റർ. സിംഗിൾ ഓണർ 29,000 കിലോമീറ്റർ ഓടി. ഇതിൽ പിന്നെ CNG കിറ്റ് സെപ്പറേറ്റ് കയറ്റിയിട്ടുണ്ട്. CNG കിറ്റ് ഉണ്ട്. അപ്പൊ CNG കിറ്റ് ഉണ്ടെങ്കിൽ മൈലേജ് കൂടല്ലോ? മൈലേജ് കൂടും CNG ഓടിക്കുമ്പോൾ. പിന്നെ നമുക്ക് രണ്ടിലും ഓടിക്കാം. ഓക്കെ. CNG ഓടിക്കുക, പെട്രോളിലും ഓടിക്കുക അല്ലേ? അപ്പോൾ ഈ CNGന്റെ എമൗണ്ട് എക്സ്ട്രാ നിങ്ങൾ ഈടാക്കുന്നുണ്ടോ? ഇല്ല, ഇതിപ്പോൾ ഈ വണ്ടിന്റെ മാർക്കറ്റ് റേറ്റേ ചോദിക്കുന്നുള്ളൂ. ഓക്കെ. ഇത് ഹൈ ഗ്രേഡ് പറഞ്ഞ വേരിയന്റ് ആണ്. പ്രീമിയം ഗ്രേഡ് എന്ന് പറയുമ്പോൾ ഇതിന്റെ മേലുള്ളതാ. അതിന് ഈ ഫോഗ് ലാമ്പും ടച്ച് സ്ക്രീനും വ്യത്യാസമാണ്. അത് കമ്പനി തന്നെ അവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഫുൾ ഓപ്ഷൻ തന്നെ വരുന്നത്. സ്റ്റെപ്പിനൊന്നും യൂസ് ചെയ്തില്ല. ലവാറ്റോന്റെ CNG കിറ്റ് കയറ്റിയിട്ടുണ്ട്. ഓക്കെ. ഇനിയിപ്പോൾ വേണ്ടെങ്കിൽ റിമൂവ് ചെയ്തിട്ട് ഒഴിവാക്കാം. ഇതിപ്പോ നിങ്ങൾ ഫ്രീ ആയിട്ട് ഇതായിട്ട് കൊടുക്കും. അതെ. കാരണം പെട്രോളിന്റെ പ്രൈസ് ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് റേറ്റിൽ ഇപ്പോൾ CNG കുറച്ചും കൂടി 25 കിലോമീറ്റർ മൈലേജ് കിട്ടും. 90 രൂപ ഉള്ള 1 കിലോ CNG. അപ്പൊ എടുക്കുന്നവർക്ക് അതിനെ പറ്റി അറിയുന്നവർക്ക് ബെനിഫിറ്റ് ആണ്. 25 കിലോമീറ്റർ കിട്ടും. നോർമൽ ആണ് നമുക്ക് ഒരു 15-16 ആ ലെവലിൽ കിട്ടുള്ളൂ അല്ലേ? അപ്പൊ ചോദിക്കുന്ന പ്രൈസ് എന്താ? ഇത് 10.35. 10,35,000. ഇവിടെ ഇപ്പൊ ഉള്ള വണ്ടിയിൽ ടോപ്പ് പ്രൈസ് ഉള്ള ഇതാണ്? ഇതല്ല, വെന്യൂ ഉണ്ടല്ലേ? ഓക്കെ. അപ്പോൾ 10.35 ലാസ്റ്റ് നമുക്ക് ഇത് എത്ര കൊടുക്കാൻ പറ്റും? ലാസ്റ്റ് നമ്മൾ നോക്കാം. ആൾക്കാർ വന്നിട്ട് സംസാരിക്കാൻ അനുസരിച്ചിട്ടായിരിക്കും അല്ലേ? എന്താ ലോൺ ഏകദേശം എത്ര വരെ? ലോണൊക്കെ ഒരു 1 lakh ഒക്കെ ഇനീഷ്യൽ പേയ്മെന്റ്. 1 lakh ഇനീഷ്യൽ പേയ്മെന്റ് ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കിയിട്ടുണ്ടാവും അല്ലേ? നമുക്ക് വണ്ടി കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല കണ്ടീഷൻ വണ്ടിയാണ്. ഇന്ത്യവർക്ക് ഇത് ഡോക്ടർ ഉപയോഗിച്ച വണ്ടിയല്ലേ? ഏകദേശം എത്ര കിലോമീറ്റർ ഓടിച്ചത് പറഞ്ഞാൽ 29,000 കിലോമീറ്റർ ഓടിച്ചിട്ടുള്ളൂ. ഇപ്പോൾ എന്തായാലും വണ്ടി കണ്ടീഷനും കാര്യങ്ങളൊക്കെ ആണ്. അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് i20 തന്നെ പോവാം. വൈറ്റ് i20. നെക്സ്റ്റ് ഉണ്ടായിൻ്റെ i20 ആണ് വരുന്നത്. വൈറ്റ് കളറാണ് വരുന്നത്. ഏതാ മോഡൽ? 2018 ഡീസലാണ്. 2018 ഡീസൽ. അതായത് ഫേസ് ലിഫ്റ്റ് വന്ന മോഡൽ. ഓക്കെ. സിംഗിൾ ഓണർ ആണ്. 82,000 കിലോമീറ്റർ. 82,000 കിലോമീറ്റർ. ഫുൾ കമ്പനി സർവീസാ. റീപ്ലേസും ഒന്നുമില്ല. പിന്നെ ഇത് ആസ്റ്റോ ഓപ്ഷൻ എന്ന് പറഞ്ഞ വേരിയന്റാണ്. ഓക്കെ. അതായത് 6 എയർ ബാഗ് വരും. ഓക്കെ. പിന്നെ അതിൽ i20 അവൈലബിൾ ഏറ്റവും ടോപ്പ് വേരിയന്റ്. ഓക്കെ. ഇത് എന്താ പറയാ, സിംഗിൾ ഓണർഷിപ്പ് ആണ്. എങ്ങനെ റീപ്ലേസ് കാര്യങ്ങൾ അങ്ങനെ ഫുൾ കമ്പനി സർവീസ്. എങ്ങനെയാണ് ചോദിക്കുന്ന പ്രൈസ്? ഇത് 7.95. 7.95. എന്തായാലും നെഗോഷ്യബിൾ ആയിരിക്കും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ടയർ കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ട്. സ്റ്റെപ്പിന് കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടോ നോക്കിയില്ല. ഓക്കെ. യൂസ് ചെയ്തിട്ടുണ്ടാവില്ല. ഉണ്ടാവില്ല അല്ലേ?
ഇതിപ്പോൾ പ്രൈസ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം എന്തായാലും ലാസ്റ്റ് തന്നെ ആയിരിക്കും അല്ലേ? പ്രൈസ് അല്ല, ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. വണ്ടി വന്ന് നോക്കാം, ഓടിച്ചു നോക്കാം. ഓക്കെ. പിന്നെ ചെക്കിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വർക്ക്ഷോപ്പിൽ തന്നെ കൊണ്ടുപോയി അത് ഇവിടെ അടുത്താണെങ്കിൽ കൊണ്ടുപോയി കാണിക്കാൻ ആരെ വന്ന് നോക്കിക്കുക, അങ്ങ് കമ്പനി കൊണ്ടുപോയി ചെക്ക് ചെയ്യിക്കുക, എന്ത് വേണം ചെയ്യാം. ഇനിയിപ്പോൾ അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ ഉണ്ടായിൻ്റെ വെന്യൂ അല്ലേ? അപ്പോൾ ഉണ്ടായിൻ്റെ വെന്യൂ എന്ന് പറഞ്ഞ മോഡലാണ് വരുന്നത്. ഇത് 2019 24,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഡീസൽ 24,000 കിലോമീറ്റർ. ഓട്ടം കുറവാണെന്ന് തോന്നുന്നു. ഡീസലാണ്, സെക്കൻഡ് ഓണറാണ്, ഫുൾ കമ്പനി സർവീസ് ആണ്. ഇത് ഏറ്റവും ടോപ്പ് വേരിയന്റ്. സൺറൂഫ് വരുന്ന സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലേ? SX ഓപ്ഷൻ, സെയിം 6 എയർ ബാഗും കാര്യങ്ങളൊക്കെ വരും. ഇതിന് 10.3 ചോദിക്കും. 10.3 ഡീസൽ. ഓക്കെ. ഇത് വേറെ റീപ്ലേസ് കാര്യങ്ങൾ അങ്ങനെ ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. റീപ്ലേസ് കാര്യം ചോദിക്കേണ്ട ആവശ്യമില്ലല്ലേ? പിന്നെ ഒരു വണ്ടിക്കും റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ചെറിയ ടച്ചപ്പും കാര്യങ്ങളും. കമ്പനിയിലുള്ള റീപ്ലേസ് ചെയ്യാൻ തന്നെ കമ്പനിയിൽ ക്ലെയിം ചെയ്ത ചെറിയ ഇഷ്യൂസ് ഒക്കെ ആയിരിക്കും. അതിന്റെ നമ്മൾ മെൻഷൻ ചെയ്ത് പറയും റീപ്ലേസ് ഉണ്ട് തന്നെ മെൻഷൻ ചെയ്യും അല്ലേ? അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഹുണ്ടായിന്റെ ഗ്രാൻഡ് ഐട്ടനാണ്. ഇത് ഏതാ മോഡൽ വരുന്നത്? 2020 21,000 കിലോമീറ്റർ. സിംഗിൾ ഓണർ. വാഗൺ എക്സിക്യൂട്ടീവ് വേരിയന്റ്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ എല്ലാം വരും. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ഇത് ചോദിക്കണ 495. ഒരൊറ്റ ശ്വാസത്തിൽ എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിന് ടയർ കാര്യങ്ങളൊക്കെ അത്യാവശ്യം ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സ്റ്റെപ്പിന് ഇതൊക്കെ യൂസ് ചെയ്തിരിക്കണം. ടയർ റൊട്ടേഷൻ ചെയ്തിട്ടുണ്ട്. ചില ആളുകൾ അത് ചെയ്യണം, ശരിക്കും ചെയ്യണം. കാരണം ഇയർ ഔട്ട് ആയി കഴിഞ്ഞാൽ ടയർ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ. അതുപോലെ തന്നെ ഇന്റീരിയർ വർക്ക് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റോക്ക് കണ്ടീഷൻ ആണ്. വേറെ ആക്സറീസ് ഒക്കെ ചെറുങ്ങനെ ചെയ്തിട്ടുള്ളൂ. വണ്ടി നല്ല വണ്ടിയാണ്. ഇത് ഇറങ്ങില്ലല്ലോ, അപ്പോൾ നിയോസ് അല്ല ഇറങ്ങണേ. ഇതിപ്പോൾ 490 ചോദിക്കുന്നത്. ഏറ്റവും മൂവ്മെന്റ് ഉള്ള കളറാണിത്. ഓക്കെ. 490 ചോദിക്കുന്നത്. KL70 ഇവിടെ ആയിരുന്നു, കോഴിക്കോട് തന്നെ അല്ല വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കിൽ കുറച്ച് കളക്ഷൻസ് കൂടി ഉണ്ടല്ലേ? അപ്പോൾ അതുപോലെ തന്നെ നെക്സ്റ്റ് മോഡൽ ഉണ്ടായിൻ്റെ സാൻഡ്രോ അല്ലേ വരുന്നത്? സാൻഡ്രോ ഏതാ മോഡൽ? ഇത് 2019. സാൻഡ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും പുതിയ മോഡൽ തന്നെയാണല്ലോ. 2019-20 ആണ്. 52,000 കിലോമീറ്റർ സിംഗിൾ ഓണർ. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. പിന്നെ എത്രാമത്തെ സിംഗിൾ ഓണർഷിപ്പ് ആണല്ലോ വരുന്നത്? റീപ്ലേസ് കാര്യങ്ങളൊന്നും വരുന്നില്ല. മാനുവലി. പിന്നെ അതേപോലെ തന്നെ ഇന്റീരിയർ വർക്ക് കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ടയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ലോണം ഉണ്ട്. പുതിയ ടയർ തന്നെയാണ് വരുന്നത്. പിന്നെ സ്റ്റെപ്പിന് തൊട്ടിട്ടുണ്ടാവില്ല അല്ലേ? സ്റ്റെപ്പിന് യൂസ് ചെയ്തിട്ടില്ല. ഇതിന്റെ വില എന്താ വരുന്നത്? 4,24,000 മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ. നമുക്ക് അതുപോലെ തന്നെ നെക്സ്റ്റ് മോഡലിലേക്ക് പോവാം. നെക്സ്റ്റ് വേരിയന്റ് ഉണ്ടായിന്റെ i20 അല്ലേ? ആക്റ്റീവ്. ഇത് ടയർ വീൽ ബേസും കുറച്ച് ഹൈറ്റ് കൂടും വണ്ടിന്റെ. പിന്നെ ക്രോസ് ആയിട്ടാ വരാം, ക്രോസ് കൺട്രി പോലെ വരാം. ഇവിടെ ഈ ഒരു മാറ്റാണ് ഓഫ് റോഡിങ്ങിന് ഇറക്കണത്. ഓഫ് റോഡിങ്ങിന് പറ്റിയ വണ്ടിയാണോ അത്? ഓഫ് റോഡിന് പറ്റിയ വണ്ടിയൊന്നല്ല. എന്നാലും കുറച്ച് മോശമുള്ള റോഡിലും എന്താ പറയാ, ഗ്രൗണ്ട് ക്ലിയറൻസ് കുറച്ചും കൂടി കൂടും അല്ലേ? ഏതാ മോഡൽ വരുന്നത്? ഇത് 2019. ഏകദേശം എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇത് 70,000 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ് ആണോ? ഫ്യൂൽ ഏതാ വരുന്നത്? ഇത് പെട്രോൾ ഏറ്റവും ഫുൾ ഓപ്ഷൻ. പെട്രോൾ ഫുൾ ഓപ്ഷൻ. പ്രൊജക്ടർ ടൈപ്പ് ലൈറ്റ് ഒക്കെ, പ്രൊജക്ടർ ടൈപ്പ് ലൈറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലേ? ഇതെങ്ങനെയാണ് ചോദിക്കുന്ന പ്രൈസ്? ഇത് ചോദിക്കുന്ന പ്രൈസ് എന്താ പറയാ, 6,15,000. 6,15,000 ചോദിക്കുന്നത് അല്ലേ? എന്തായാലും ചെറിയ നെഗോഷ്യബിൾ കാര്യങ്ങളുണ്ടാവും. ഏകദേശം ഒരു 80,000 ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം, സുഖമായിട്ട് വണ്ടി ഇറക്കാം അല്ലേ? അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഉണ്ടായിൻ്റെ i20 ആണ് വരുന്നത് അല്ലേ? 2016 സിംഗിൾ ഓണർ. ഏകദേശം എത്ര കിലോമീറ്റർ? ഇത് 72,000. റീപ്ലേസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. സെക്കൻഡ് ഓണർഷിപ്പ്. 5,90,000. 5,90,000. ടയർ കാര്യങ്ങളൊക്കെ പുതിയ ടയർ തന്നെയാണല്ലോ വരുന്നത്. ഇത് പുതിയ ടയർ നിങ്ങൾ മാറ്റിയല്ല? ഏകദേശം 5,000 കോടി ഉണ്ടാവുള്ളൂ ടയർ. 5,000 കോടി ഉണ്ടാവും അല്ലേ? വണ്ടി തരുന്നതിന് മുന്നേ അവർ ടയർ മാറ്റാൻ തരും. ഇത് സ്റ്റെപ്പിന് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തത് പുതിയ ചെയ്തതാണ്. പക്ഷേ ഉള്ളത് അത്യാവശ്യം കണ്ടീഷനിലാണ്. അത്യാവശ്യം ഇന്റീരിയർ വർക്ക് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ അല്ലേ? ഓക്കെ. സീറ്റ് കവർ സെപ്പറേറ്റ് ചെയ്തതല്ലേ? ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് നോക്കാനുള്ളത് മാരുതിന്റെ ഇക്കോ വൈറ്റ് മോഡലല്ലേ? ലേറ്റസ്റ്റ് മോഡലാണെന്ന് തോന്നുന്നല്ലേ? ഇത് ലേറ്റസ്റ്റ് മോഡലാണ്. ഇപ്പോൾ ഇക്കോ സ്റ്റോപ്പ് ആയിട്ടുണ്ട്. 2020 5 സീറ്റർ AC സിംഗിൾ ഓണർ. 2020 5 സീറ്റർ സിംഗിൾ AC സിംഗിൾ ഓണർ അല്ലേ വരുന്നത്? ഇതൊരു ഫാമിലി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ അത്യാവശ്യം നല്ല അടിപൊളി വണ്ടിയാണ്. കാരണം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഫാമിലി ആയിട്ട് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം. 28,000 ഓടിയിട്ടുള്ള മാനുവലാണ് വരുന്നത്. 28,000 മാനുവലാണ് വരുന്നത്. പെട്രോൾ 440.
വിലയൊക്കെ കുറയും. വില കുറയും ഇനി വില കൂടുതലാണെന്ന് ആരും കമന്റ് ചെയ്യാൻ നിൽക്കണ്ട. നമ്മളെ ഇവരെ വിളിച്ചു നോക്കി മുഫീദ് ഭായിനെ വിളിച്ചു നോക്കി കഴിഞ്ഞാൽ വിലന്റെ കാര്യത്തിൽ പക്ക ക്ലിയർ ആയിട്ട് കിട്ടുമല്ലോ. നെഗോഷ്യബിൾ ആണ്. പിന്നെ ക്വാളിറ്റി ഉള്ള വണ്ടി ആകുമ്പോൾ സ്വാഭാവികമായിട്ട് പോകും. നമ്മളതിലൊരു ക്വാളിറ്റി ഉള്ള സാധനം ആളുകൾ ഒരുപാട് നെഗോഷിയേറ്റ് ചെയ്ത് കൊടുക്കില്ല. നമുക്ക് നല്ല പ്രൈസിന് കിട്ടുമ്പോഴേ നമുക്ക് കുറച്ചും കൂടി കൂടുതൽ ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റും. നമ്മൾ തന്നെ വലിയ പ്രൈസിനാണ് വണ്ടി എടുക്കുക. കാരണം നമ്മൾ അത്രയും ചെക്ക് ചെയ്ത് ഗ്യാരണ്ടി എടുക്കുന്നുണ്ട്. അത് ചിലപ്പോൾ ഒരു 5-10 കൂടിയാലും നല്ല വണ്ടി ഇട്ടാണെങ്കിലും റിസ്ക് എടുക്കണ്ടല്ലോ വാങ്ങുന്നവർക്ക്. അതുണ്ടാവും. ലാസ്റ്റ് 440 ലാസ്റ്റ് അല്ല 440 വില. പ്രൈസ് ആകുമ്പോൾ എന്തായാലും മാറ്റം വരും. അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഹോണ്ടന്റെ WRV അല്ലേ? WRV 2019 VX സിംഗിൾ ഓണറാണ്. 20,000 കിലോമീറ്റർ. 2024 വരെ കമ്പനി വാറന്റി ഉണ്ട്. പെട്രോൾ ആണ്. ഫുൾ ഓപ്ഷൻ. സൺറൂഫ് ഒക്കെ വരുന്നുണ്ട്. സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ എക്സ്ട്രാ വർക്ക് ചെയ്ത് പുതിയ ഇട്ടതാണ്. പിന്നെ അതുപോലെ തന്നെ ടയർ കാര്യങ്ങളൊക്കെ ഏകദേശം എത്ര വരുന്നുണ്ട്? 20,000 ടയർ സ്റ്റെപ്പിന് യൂസ് ചെയ്തില്ല. ഓക്കെ, സ്റ്റെപ്പിന് വരെ യൂസ് ചെയ്തിട്ടില്ല. അത്യാവശ്യം നല്ല ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുൾ കമ്പനി സർവീസ് ആണ്. ഓക്കെ, ഇതെങ്ങനെ ചോദിക്കുന്ന വില? 8.3 ചോദിക്കുന്നത്. അത് വിഷയമാക്കണ്ട. 8.75 എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാം. എന്താണ് ചെയ്ത് കൊടുക്കൂ അല്ലേ? ഇനിയിപ്പോ അടുത്തത് നമ്മൾ i20ലേക്ക് തന്നെ പോണേ. ഡീസൽ i20ന്റെ ഡീസലാണ്. റെഡ് കളറാണ് വരുന്നത്. ഇത് ഏതാ മോഡൽ വരുന്നത്? 2018 മോഡലാണ് വരുന്നത്. എത്ര കിലോമീറ്റർ? 18 ഡീസൽ. ഓക്കെ, 50,000 കിലോമീറ്റർ. 44,000 കിലോമീറ്റർ. എത്രാമത്തെ ഓണർഷിപ്പ് ആണ് വരുന്നത്? സിംഗിൾ ഓണർ. എങ്ങനെയാണ് ചോദിക്കുന്നത് പൈസ? ഇത് 7.5. ലാസ്റ്റ് നമുക്ക് ചെയ്ത് കൊടുക്കാം. അത് അത്യാവശ്യം ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. പുതിയ ടയറാണ്. സ്റ്റെപ്പിന് യൂസ് ചെയ്തിട്ടില്ല. ഇന്ത്യയിൽ വർക്ക് കാര്യങ്ങളൊക്കെ പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മോഡൽ കൂടി നോക്കാണ്ടല്ലോ. സാൻഡ്രോന്റെ സെലോറിയന്റെ ഓട്ടോമാറ്റിക് മോഡലാണ്. അതുകൂടി നമുക്ക് പരിചയപ്പെടുത്തിയാണ്. ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നൊരു മോഡലായിരിക്കും ഓട്ടോമാറ്റിക്. ആ ഓട്ടോമാറ്റിക് കൂടി നമ്മളിവിടെ കാണിച്ചു തരാം. ഇവിടെ പുറത്താണുള്ളത് കേട്ടോ. ഇതാണ് സെലോറിയന്റെ ഓട്ടോമാറ്റിക് വരുന്നത്. ഇത് 2019 ആണ്. 2019 പോളിഷ് ഇപ്പോൾ വന്നിട്ടുള്ളൂ അല്ലേ? 2019 ആണ്. 19,000 കിലോമീറ്റർ. സിംഗിൾ ഓണർ. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. അപ്പൊ ഇതിന്റെ പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? 5,45,000. 8 ടോപ്പ് വേരിയന്റ് ആണ് വരുന്നത് അല്ലേ? കാരണം ഒരുപാട് ലേഡീസിന് ആവശ്യമല്ലേ ഒരു ഓട്ടോമാറ്റിക് വണ്ടി. മാരുതിന്റെ ഒരു ഇതെല്ലാ വണ്ടിയിലും ഓട്ടോമാറ്റിക് ഉണ്ടെങ്കിലും ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞ് ഇറങ്ങുന്ന സെലറിയല് ആൾക്കാർ സെലറിയോ എന്ന് പറഞ്ഞാൽ ആദ്യം ചോദിക്കുക ഓട്ടോമാറ്റിക് ആണ്. അത് ഓട്ടോമാറ്റിക് അന്ന് ഇറങ്ങിയാൽ ഏറ്റവും ടോപ്പ് വേരിയന്റ്. ഇതിപ്പോ വളരെ കുറവാണ്. 19,000 കിലോമീറ്റർ. ഇത് എത്ര മൈലേജ് കിട്ടും ഓട്ടോമാറ്റിക്? മൈലേജ് ഒരു 16-18 റേഞ്ചിൽ കിട്ടും അല്ലേ? അപ്പൊ എന്തായാലും ഒരുപാട് മോഡൽസ് ഉണ്ട്. നമുക്ക് എന്തായാലും ഒരു കാര്യം കൂടി പറയാനുള്ളത്. മുഫീദ് ഭായ്, ഇത് എങ്ങനെയാണ് ഇതിന്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അതായത് ഫൈനാൻസ് കാര്യങ്ങൾ, അതായത് ഇപ്പോൾ ഒരു 50,000 1 ലക്ഷം റുപ്യ ആയിട്ട് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ രേഖകളാണ് വേണ്ടത്? അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ? ബേസിക് ആയിട്ട് ആധാർ കാർഡ്, പാൻ കാർഡ്. പിന്നെ ചില ആളുകളെ പ്രൊഫൈൽ നോക്കുമ്പോൾ ചിലപ്പോൾ ലാൻഡ് ടാക്സ് വേണ്ടി വരും. ലാൻഡ് ടാക്സ് ഇല്ലെങ്കിൽ ലോൺ ചെയ്യാം. നമുക്ക് ഫണ്ടിങ് കുറച്ച് കുറയുന്നുള്ളൂ. പ്രോപ്പറായിട്ട് ഇൻകം ഉള്ള ഒരാൾക്ക് എന്തായാലും ലോൺ ചെയ്യാൻ പറ്റും. ഏകദേശം ബാങ്ക് ആണെങ്കിൽ എത്ര പെർസെന്റേജിൽ കിട്ടും? 7.7% മേലോട്ടാ വരാം. 7 ഒക്കെ അപൂർവമായിട്ട് ആളുകൾക്ക് കിട്ടലുള്ളൂ. 7 ഒക്കെ എനിക്ക് തോന്നുന്നത് സെൻട്രൽ ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റ് എംപ്ലോയീസ് ഇൻകം ടാക്സ് 3 വർഷമായിട്ട് ഫയൽ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ കിട്ടും. പിന്നെ ഓരോരുത്തരും ട്രാക്ക് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ നമുക്ക് വേണം ബാർഗെയിൻ ചെയ്യാം ബാങ്കിനായിട്ട് ഇൻട്രസ്റ്റ് റേറ്റിൽ. പിന്നെ ലോൺ നമ്മൾ ആവശ്യമായതുകൊണ്ട് അവർ തരുന്നതാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള കാര്യം. അധികവും 14 ശേഷമുള്ള വണ്ടികൾ എടുക്കുക. പിന്നെ അധിക വണ്ടി നമ്മൾ ഫൈനാൻസിലാണ് പോവാം. ഫൈനാൻസ് നമുക്ക് എല്ലാവർക്കും ചെയ്ത് കൊടുക്കാം. ഏത് ബാങ്കോ അല്ല റിക്വയർമെന്റ് ഏതോ ചെയ്ത് കൊടുക്കാം. അല്ല, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചൂസ് ചെയ്യുന്നത് ഓട്ടോമാറ്റിക് വണ്ടിക്ക് അത്യാവശ്യം നല്ല ഡിമാൻഡ് കൂടുതലാണ്. അപ്പം ഓട്ടോമാറ്റിക് ആവശ്യമുള്ള ആൾക്കാരെ നിങ്ങളെ വിളിച്ചാൽ ഓട്ടോമാറ്റിക് ഇപ്പം 3-4 വണ്ടി വരാനുണ്ട്. ഈ വീഡിയോ ഇറങ്ങുമ്പോഴത്തേനും ആ വണ്ടി ഇപ്പോൾ പോളിഷൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്തുമല്ലോ. അപ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക് വേണ്ടി ആൾക്കാരും വിളിച്ചോളൂ. ഏതൊക്കെ മോഡലാണ് വരാനുള്ളത്? ഇനി എക്സ്പ്രസ് വരാണ്ട്, 2 വാഗണർ വരാണ്ട്, പിന്നെ 2 കിഡ് വരാണ്ട്, പിന്നെ ഇവിടെ 2 വണ്ടി ഉണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക് ആവശ്യമുള്ള ആൾക്കാർ വേണമെങ്കിൽ വേഗം കാർട്ടാക്കിലേക്ക് വിളിച്ചോളി. മുഫീദ് ഭായിനെ വേണമെങ്കിൽ ഇപ്പം തന്നെ ബുക്ക് ചെയ്തോളി. പിന്നെ കേട്ടില്ല കണ്ടില്ല എന്ന് പറയാൻ വണ്ടി ഫുള്ള് ചെക്ക് ചെയ്ത് 100% ഓക്കെ ആണ് മാത്രം വണ്ടി എടുത്താൽ മതി. അവിടെ ഞങ്ങൾ ഗ്യാരണ്ടി കൊടുക്കും. ഓക്കെ.
പിന്നെ എന്തിനാ ഞങ്ങൾ ടെൻഷൻ അടിക്കുന്നത്? ഞാൻ വിളിച്ചാൽ ഇവിടെ ഫോസിങ് ഒന്നുമില്ല. നിങ്ങൾ വണ്ടി ഇവിടെ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് വണ്ടി എടുത്ത് ഒന്ന് ചെക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങളെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും കൂട്ടിയിട്ട് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഓക്കെ അത്രക്കും സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ വണ്ടി മാത്രം എടുത്താൽ മതി. നിർബന്ധിക്കൂലല്ലേ? നല്ല വണ്ടി ആയതുകൊണ്ട് നമ്മൾ ആവശ്യക്കാരാണെങ്കിൽ വന്ന് വണ്ടി എടുത്താൽ മതി. അപ്പോൾ എന്തായാലും ഇവരെ നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നേരെ നിങ്ങൾ വിളിച്ചോളി മുഫീദ് ഭായിനെ. ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് നിങ്ങൾ എടുത്തോളൂ. അപ്പോൾ എന്തായാലും തൽക്കാലം നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ.